സമയത്താണ് ഇന്ത്യയുടെ കരസേനാ മേധാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2 മണിക്കൂർ സമയമെടുത്തു. അതായത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും, ഇന്ത്യയുടെ CDS കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ഉൾപ്പെടെയുള്ളവർ 2 മണിക്കൂറോളം അവർ നിശബ്ദമായിട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം, അതായത് ജനറൽ മുകുന്ദ് നവരനെ, ഒരു വളരെ ജെന്റിൽമാനായിട്ടുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് 4 സ്റ്റാർ ജനറൽ ആകാൻ സാധിക്കുന്നു. പക്ഷെ ഫൈനൽ മൂവ്മെൻറ്റിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ഈ പറയുന്ന ജനറൽ അനിൽ ചൗഹാൻ 4 സ്റ്റാർ ജനറലായിട്ട് വരുന്നത്. അപ്പം അതുമായിട്ട് ഡെസ്റ്റിനിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ ആർമി ചീഫ് ഇങ്ങനൊരു മെസ്സേജ്, അതായത് അന്ന് ആ റീജിയൻ്റെ അകത്ത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ജോഷി ഇന്ത്യൻ ആർമി ചീഫിനോട് ഇന്റലിജൻസ് ഇൻപുട്ടുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഏകദേശം മീറ്ററുകൾ ദൂരെ മാത്രമേ ഉള്ളൂ ചൈനീസ് പട്ടാളം, ചൈനീസ് ടാങ്കും ഇന്ത്യൻ പട്ടാളവും നിൽക്കുന്ന ഭാഗം, എന്ത് തീരുമാനം എടുക്കും? ഉറപ്പായിട്ടും ഇന്ത്യക്ക്, അതായത് ഈ പറയുന്ന ഗ്ലോബൽ ബൈലാട്രിയൽ ടൈഅപ്പും റിലേഷൻഷിപ്പും വെക്കുന്ന, അതായത് ഇന്ത്യയുടെ എക്കോണമി ബാധകമാണ്, ഇന്ത്യയുടെ ജനങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ബാധകമാണ്. പെട്ടെന്ന് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന പല അലയൻസ് രാജ്യങ്ങളുണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇവരോടൊക്കെ ഒരു ടെലിഫോണിക് സംഭാഷണവും നടത്തിയിരിക്കണം പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ. അത് ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഫാൽഗാമിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നായിപ്പോയി. പക്ഷെ ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമയമെടുത്തു 2 മണിക്കൂർ. ഈ പറയുന്ന അമേരിക്കയെ ബ്രീഫ് ചെയ്തു, പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളെ ബ്രീഫ് ചെയ്തു. കാരണം ചൈന പ്രകോപനപരമായിട്ട് കയറി വന്നാണ് ഇന്ത്യയെ തളർത്തുക, അതായത് ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക.